നമ്മൾ വീണ്ടും കോഴിക്കോടേക്കാണ്, നെല്ലിക്കോടേക്കാണ്. അവിടെ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. 3 പേരാണ് കുടുങ്ങിയത്. 3 പേരും പശ്ചിമ ബംഗാൾ സ്വദേശികളാണ്. അതിൽ 2 പേരെ ആദ്യം തന്നെ മണ്ണിടിഞ്ഞു വീണ സമയത്ത് തന്നെ അവർക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞു. 3-ാമത്തെ ആളെ പുറത്തെടുക്കാനുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്യാം പ്രസാദ് ഉത്തമൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അവിടെ നിന്ന്. ശ്യാം, അദ്ദേഹത്തിന്റെ കൈ പുറത്തേക്ക് നിൽക്കുന്നത് കണ്ടു. ഇപ്പോൾ മണ്ണ് മാറ്റി പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുകയാണ്. 1.5 മണിക്കൂറിലധികം മണ്ണിനടിയിൽ കിടന്ന ആളാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്കൊക്കെ എത്തിക്കേണ്ടതുണ്ട്. അവിടെയുള്ള ആരുടെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞോ ശ്യാമിന്? നിലവിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും മറ്റുമൊന്നും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ ഇപ്പോൾ അവരെല്ലാവരും തന്നെ അദ്ദേഹത്തെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ്. അതോടൊപ്പം തന്നെ പിക്കാസും ഈ കൈക്കോട്ടും അടക്കമുള്ളവ ഉപയോഗിച്ച് മണ്ണ് പതുക്കെ മാറ്റി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മണ്ണ് നീക്കിയ ശേഷം മാത്രമേ പുറത്തേക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ. മണ്ണും കല്ലും ഉൾപ്പെടെ എല്ലാം തന്നെ വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാം നീക്കിയ ശേഷം മാത്രമേ ഈ അദ്ദേഹത്തിൻ്റെ ശരീരം പുറത്തേക്കെടുക്കാൻ കഴിയുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ശ്രമങ്ങളാണ് നടത്തി കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ ഹിറ്റാച്ചി ഇവിടെ എത്തിച്ച് ആ മണ്ണ് അത്രയും ഭാഗം നീക്കാൻ കഴിഞ്ഞത് അതല്പം വേഗം കൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി മറ്റ് നടപടി എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഉടൻ തന്നെ എടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുക എന്നതാണ്. 3 പേരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഏകദേശം 2 മണിക്കൂറോളം പിന്നിടുന്നു ഈ അപകടം നടന്നിട്ട്. 2 ദിവസം മുമ്പ് മണ്ണിടിഞ്ഞ അതേ സ്ഥലത്ത് തൊട്ടപ്പുറത്തായിട്ട് മാറിയാണ് വലിയ തോതിൽ 2 തവണയായി മണ്ണിടിഞ്ഞത്. ഇവിടെ ആളുകൾ എത്തിയപ്പോഴും, അതായത് ഈ ആദ്യഘട്ടത്തിൽ ഒരു വലിയൊരു കൂന പോലെ മണ്ണിടിഞ്ഞ് വീഴുകയും തുടർന്ന് അതിന് തൊട്ട് പിന്നാലെ വീണ്ടും മണ്ണിടുകയായിരുന്നു. 2 തവണയായിട്ടാണ് ഈ മണ്ണിടിഞ്ഞ് വീണത്. ഈ ആദ്യഘട്ടത്തിലെ മണ്ണിടിഞ്ഞ സമയത്ത് തന്നെ മറ്റ് 2 പേരും രക്ഷപ്പെട്ടിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ തോതിലുള്ള പരിക്കില്ല, നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഉള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും 3 പശ്ചിമബംഗാൾ സ്വദേശികളാണ് ഇവിടെ ഈ പണിയെടുത്തിരുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതിനാൽ തന്നെ കൂടുതൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നില്ല എന്നത് ഈ വലിയ ഒരു അപകടത്തിൻ്റെ ആഘാതം കുറച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കേണ്ട ഒരു സ്ഥലമായിരുന്നേനെ. ഒരുപക്ഷെ കൂടുതൽ പേർ ഇതിൽ കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായേനെ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം വലിയ തോതിലുള്ള ഒരു മൺകൂന, അത് പൂഴിയുടെ കല്ലുകളും പാറക്കല്ലും ഉൾപ്പെടെയുള്ളവ എല്ലാം ഉണ്ട്, എല്ലാം അടങ്ങിയതാണ്. അത് നീക്കം ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട പണി തന്നെയാണ്. അതിപ്പോൾ പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ചേർന്ന് കൊണ്ടാണ് അതിപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തുന്നത്. കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് ഇവിടെ ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതാണ്. വലിയ രീതിയിൽ ഇവിടുത്തെ പ്രദേശവാസികൾ, മുകളിൽ താമസിക്കുന്ന പ്രദേശവാസികൾ, അവർ ഇത് സംബന്ധിച്ചുള്ള ആശങ്കകൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചതാണ്, വില്ലേജ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതാണ്. ആ ഘട്ടത്തിൽ ഉൾപ്പെടെ അവരോട് തിരിച്ച് കയർക്കുന്ന സമീപനമാണ് ഉണ്ടായതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട് നേതൃത്വം നൽകുന്ന ലിസി എന്ന് പറയുന്ന ആ സ്ത്രീ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിക്കടക്കം പരാതികളും നിവേദനങ്ങളും ഒക്കെയായിട്ട് ഇവർ കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി എന്നും പറയുന്നു. പക്ഷേ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഇവർ ഇവിടെ ഈ നിർബാധം ഈ നിയമലംഘന പ്രവൃത്തികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. മുമ്പ് മണ്ണിടിഞ്ഞൊരു സമയം കൂടിയായിരുന്നു. മഴ കഴിഞ്ഞ ഒരു സമയമായതിനാൽ തന്നെ ഈ വെള്ളം വലിയ തോതിൽ വലിച്ച് അങ്ങനെ വെയിറ്റ് താങ്ങാതെയായി ഈ വലിയ മൺകൂന താഴത്തേക്ക് ഇടുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആദ്യഘട്ടത്തിലേക്ക് ഈ മണ്ണിടിഞ്ഞ അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവർ ഇവിടെ കറുത്ത പ്ലാസ്റ്റിക്കും മറ്റുമൊക്കെ അവിടെ നിന്ന് പുറത്തേക്കിട്ട് ഈ നിർമ്മാണ പ്രവൃത്തി വീണ്ടും തുടരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു കൂട്ടിയത്. തൊട്ടപ്പുറത്ത് ആ ഷീറ്റുമൊക്കെ അതിൻ്റെ ഭാഗമാണ്. വലിയ തോതിൽ ഒരു പന്തൽ പണിയും പോലെയാണ് ആ ഷീറ്റ് കെട്ടി അവർ വെള്ളം തടഞ്ഞ് മാറ്റിയിരുന്നത്. കാരണം അവർക്കിവിടെ നിർമ്മാണ പ്രവൃത്തി എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള നടപടിയായിരുന്നു. മഴ പോലും മാറ്റിവെച്ചിട്ടുണ്ട്. മഴക്കാലത്ത് പോലും ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ അത് സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള മണ്ണിടിച്ചിലും മറ്റും ഇത്തരമിടങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതിനെ പോലും വകവെക്കാതെ ഇവിടെ ഈ ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ നിർമ്മാണ പ്രവൃത്തി നടത്തി എന്നതാണ് ഇതിൻ്റെ കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് ഈ സ്ഥലത്തും ഇതിൻ്റെ ആരും തന്നെ ഇല്ല എന്നതാണ്. അതിൻ്റെ ഈ കോൺട്രാക്ടറോ മറ്റേ ആരും തന്നെ ഈ സ്ഥലത്തില്ല എന്നതും ഒരു കാര്യമാണ്. ഈ തൊഴിലാളികൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ അവരുടെയൊക്കെ ഒരു ആദ്യഘട്ടത്തിൽ ഇവരുടെയൊക്കെ ഒരു മേൽവിലാസം ഉൾപ്പെടെ ലഭ്യമാകുന്നത് സംബന്ധിച്ചും വളരെ വലിയ തോതിൽ പോലീസും മറ്റും ബന്ധപ്പെട്ട ഉത്തമനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.